ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ദുൽഖറിന്റെ ലക്കി ഭാസ്കർ എന്ന സിനിമ വീണ്ടും ഒരു ശനിയാഴ്ചയിൽ കഥപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഇന്നത്തെ ശനിയാഴ്ച ദിവസവും സിനിമയ്ക്ക് കേരളത്തിൽ ട്രാക്കിംഗ് കളക്ഷന്റെ കാര്യത്തിൽ വർധന സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 4 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 7 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഒരുപാട് സിനിമകളാണല്ലോ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ആ സിനിമകളോടൊപ്പം മികച്ചൊരു ഹോൾഡ് ദുൽഖറിന്റെ ലക്കി ഭാസ്കറിന് കേരളത്തിലുണ്ട് എന്നാണ് ട്രാക്കിംഗ് കളക്ഷൻ വ്യക്തമാക്കുന്നത്. ഇന്ന് സിനിമയ്ക്ക് 15 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ കേരള ഫൈനൽ ഗ്രോസ് 21-22 കോടി റേഞ്ചിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കുക അടുത്ത കൃത്യമായി കേരള കണക്കുകൾ അറിയാനായിട്ട്. ഇതിനിടയിൽ വേൾഡ് വൈഡ് ഗ്രോസ് ഒരു വമ്പൻ കളക്ഷനിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 125 കോടി രൂപയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് അടുത്തതായിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെയും നാളെ ഞായറാഴ്ചത്തെയും കളക്ഷൻ കൂടി വരുന്നതോടെ സിത്താര എന്റർടൈൻമെന്റിൽ നിന്നും സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലെ രണ്ടാമത്തെ സിനിമ കളക്ഷൻ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന സിനിമയുടെ കളക്ഷനാണ്. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ കനി കുസൃതി, ദിവ്യ പ്രഭ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയുടെ മലയാളം ടൈറ്റിൽ പ്രഭയായി നനച്ചതെല്ലാം എന്നാണ്. ഇപ്പോഴത്തെ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്ന് ശനിയാഴ്ച സിനിമയ്ക്ക് ഒരൽപ്പം കളക്ഷൻ വർധന നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 1,32,000 മുകളിലേക്ക് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 5 ലക്ഷം 10 ലക്ഷം റേഞ്ചിലേക്ക് എത്തുന്നതാണ്. വളരെ ലിമിറ്റഡ് റിലീസോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ഒരു ഡീസന്റ് തുടക്കം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്.